എല്ലാ പ്രേക്ഷകർക്കും അഷ്റഫ് മലയാള യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അവരുടെ മനസ്സിൽ നിങ്ങളല്ലാതെ വേറെ ആരെങ്കിലും ഉണ്ടോ എന്നതിനെക്കുറിച്ചാണ്. ഇഷ്ട വ്യക്തിയെ ഓർത്തത് കാണുക. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അവരുടെ മനസ്സിൽ നിങ്ങളല്ലാതെ ആരെങ്കിലും ഉണ്ടോ? നിങ്ങളുടെ മനസ്സിനെ സംബന്ധിച്ച് അവർ മാത്രമേ ഉള്ളൂ. അവരല്ലാതെ മറ്റൊന്നിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നില്ല. നിങ്ങൾക്കതിന് സാധിക്കുകയുമില്ല. രാത്രിയും പകലും മഴയും വെയിലും ദുഃഖവും സന്തോഷവും ഒക്കെ വന്നാലും നിങ്ങളുടെ മനസ്സിൽ അവർ മാത്രമേ ഉള്ളൂ. അവരെക്കുറിച്ച് ആലോചിച്ച് ചിന്തിച്ചാണ് നിങ്ങൾ ജീവിച്ചു പോകുന്നത്. നിങ്ങളുടെ മനസ്സിൽ അവരല്ലാതെ മറ്റാരുമില്ല. നിങ്ങൾക്കും അവർക്കും ഇടയിൽ ഒരു പ്രതിസന്ധി സൃഷ്ടിക്കാനോ പ്രശ്നം സൃഷ്ടിക്കാനോ ആരെങ്കിലും വന്നാൽ അത് നിങ്ങൾക്കൊട്ടും സഹിക്കാൻ കഴിയില്ല. നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾ കാത്തുവച്ചിരിക്കുന്നത് അവരെ മാത്രമാണ്. പക്ഷേ ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളല്ലാതെ ആരെങ്കിലും ഉണ്ടോ എന്നുള്ള ചിന്ത നിങ്ങളെ അലോസരപ്പെടുത്തിയേക്കാം. കാരണം ഇത്രയേറെ സ്നേഹം ഒരു പരിധിയുമില്ലാതെ നൽകിയിട്ടും ആ വ്യക്തിയിൽ നിന്നും അതിൻ്റെ പൂർണ്ണതയിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ എത്തിക്കാനോ സാധിക്കുന്നുണ്ടോ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ദുഃഖമുണ്ട്. ആ വ്യക്തിയുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് എന്നെന്നും ഉണ്ടാകാനും എന്നെന്നും ആ വ്യക്തിയുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ എത്തിച്ചേരാനും നിങ്ങൾ ആഗ്രഹിക്കുന്നു. ഒരിക്കൽ പോലും ആ വ്യക്തിയിൽ നിന്ന് അകന്നു നിൽക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ ഏതെങ്കിലും ഒരു സാഹചര്യം ഉണ്ടായാൽ നിങ്ങൾക്ക് ദുഃഖമാകും. പലപ്പോഴും അവരുടെ സ്നേഹം കുറയുമ്പോഴോ അവർ നിങ്ങളെ അവഗണിക്കുമ്പോഴോ നിങ്ങൾക്ക് ഒരു ദുഃഖം തോന്നുന്നത് ഞാനല്ലാതെ ആരെങ്കിലും എൻ്റെ വ്യക്തിയുടെ മനസ്സിലുണ്ടോ എന്നുള്ളതിനെക്കുറിച്ചാണ്. ഞാനല്ലാതെ ആരെങ്കിലും എൻ്റെ വ്യക്തിയുടെ മനസ്സിലുണ്ടെങ്കിൽ അതെനിക്ക് താങ്ങാൻ കഴിയില്ല, അതെനിക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. കാരണം എനിക്ക് എൻ്റെ വ്യക്തിയെ ഒറ്റയ്ക്ക് എൻ്റെ വ്യക്തിയെ മാത്രമായിട്ട് വേണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. അവരുടെ ഉള്ളിൽ നിന്നുള്ള സ്നേഹം കുറയുമ്പോൾ നിങ്ങൾ ആശങ്കപ്പെടുന്നത്, നിങ്ങൾ വിഷമിക്കുന്നത് അവരുടെ മനസ്സിൽ ഞാനല്ലാതെ ആരെങ്കിലും ഉണ്ടോ എന്നുള്ളതിനെക്കുറിച്ചാണ്. അത് നിങ്ങളിൽ ഒരുപാട് ആശങ്കകൾ സൃഷ്ടിക്കുന്നുണ്ട്. അത് നിങ്ങളിൽ ഒരുപാട് ദുഃഖങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. നിങ്ങൾ ചിന്തിച്ച് കൊണ്ടിരിക്കുന്ന, നിങ്ങൾ മനസ്സിൽ സൂക്ഷിച്ചു കൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും അതിനധിഷ്ഠിതമാണ്. നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് ദുഃഖം ഉണ്ടാകുന്നുണ്ട്. അവരുടെ മനസ്സിൽ നിങ്ങളല്ലാതെ ആരെങ്കിലും ഉണ്ടോമോ എന്നുള്ള ചിന്ത നിങ്ങളെ ഭയപ്പെടുത്തുന്നു, നിങ്ങളെ അലോസരപ്പെടുത്തുന്നു. എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും എല്ലാ പ്രശ്നങ്ങളിലും അത് നിങ്ങൾക്ക് ദുഃഖമുണ്ടാകുന്നു. ജീവിതത്തിൽ വലിയ പ്രതിസന്ധികൾ സൃഷ്ടിക്കപ്പെടുന്നു. നിങ്ങളുടെ മനസ്സിൽ ദുഃഖമുണ്ടാക്കുന്നത് ആ വ്യക്തി നിങ്ങളെ അല്ലാതെ മറ്റാരെയെങ്കിലും സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ള ചിന്ത കൊണ്ടാണ്. നിങ്ങൾക്കൊരിക്കലും അങ്ങനെ സംഭവിച്ചാൽ അത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. കാരണം നിങ്ങൾ ആലോചിക്കുന്നത്, നിങ്ങൾ ചിന്തിക്കുന്നത് നിങ്ങളെ മാത്രം ആ വ്യക്തി ഇഷ്ടപ്പെടാനാണ്. നിങ്ങളുടെ വ്യക്തി നിങ്ങളെ മാത്രമാണ് ഇഷ്ടപ്പെടുന്നത്. പക്ഷെ ചില ആളുകൾ നിങ്ങളോടുള്ള അസൂയ കൊണ്ടോ നിങ്ങൾക്ക് ഒരു സന്തോഷം ഭാവിയിൽ ഉണ്ടാകരുതെന്ന് കരുതിയോ നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നുണ്ട്. അവർക്ക് നിങ്ങളുടെ വ്യക്തിയോടുള്ള ഇഷ്ടത്തേക്കാൾ കൂടുതൽ നിങ്ങളുടെ ജീവിതത്തിൽ പ്രതിസന്ധി സൃഷ്ടിക്കുക അതിന് ഒരു വഴി എന്നുള്ള രീതിയിലാണ്. അല്ലാതെ നിങ്ങളുടെ വ്യക്തിയോട് ആത്മാർത്ഥമായൊരു ഇഷ്ടം ഉണ്ടായതുകൊണ്ടായിരിക്കണമെന്നില്ല. നിങ്ങളുടെ വഴികളിൽ പ്രശ്നം സൃഷ്ടിക്കുക. നിങ്ങൾ ആ വ്യക്തിയെ സ്വീകരിച്ചപ്പോൾ അങ്ങനെ ആ വ്യക്തിയിലേക്ക് നോട്ടം വെക്കുന്ന ചില ആളുകൾ, അതാണ് സംഭവിക്കുന്നത്. അല്ലാതെ അവർക്ക് മറ്റാരെങ്കിലും സ്നേഹിക്കാനില്ലാഞ്ഞിട്ടോ അവർക്ക് മറ്റാരെങ്കിലും ഒടും സ്നേഹമില്ലാഞ്ഞിട്ടോ ഒന്നുമല്ല. നിങ്ങളുടെ വ്യക്തിയെ അവർ ടാർഗറ്റ് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം നിങ്ങളെ തന്നെ ടാർഗറ്റ് ചെയ്യുന്നതിന് തുല്യമാണ്. നിങ്ങളുടെ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നതിൻ്റെ ആഴവും പരപ്പും, അതുമൂലം നിങ്ങളുടെ ജീവിതത്തിലുള്ള സന്തോഷവും, അതുമൂലം നിങ്ങളെത്രത്തോളം സന്തോഷിക്കുന്നുണ്ട് എന്നുള്ളതും മാത്രമല്ല, നിങ്ങളുടെ വ്യക്തിയെ നിങ്ങളെത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് നിങ്ങൾ അവരോട് തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം അവരുടെ മനസ്സിൽ, അവരുടെ ഹൃദയത്തിൽ ഒരു സന്തോഷത്തിൻ്റെ തിരി കൊളുത്തുന്നുണ്ട്. എന്തെന്ന് വെച്ചാൽ അത് കൈയടക്കേണ്ടതാണ് എന്നുള്ള കാര്യത്തിൽ.
അല്ലാതെ നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാവുന്നത് അവർക്ക് ദുഃഖം തന്നെയാണ്. കാര്യം നിങ്ങളോട് നല്ല രീതിയിൽ തുറന്ന് പ്രത്യക്ഷമായി സംസാരിക്കുകയും നിങ്ങളെ സഹായിക്കുന്നത് പോലെ അവർ അഭിനയിക്കുകയും ചെറിയ ചില്ലറ സഹായങ്ങൾ നൽകിയതായിട്ട് നിങ്ങളെ സ്വാധീനിക്കാനൊക്കെ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ എപ്പോഴും നിങ്ങൾ സന്തോഷിക്കുന്നതേത്, നിങ്ങളുടെ മിത്രമേത്, നിങ്ങളുടെ ശത്രു ഏത്, എന്താണ് നിങ്ങൾ ജീവിതത്തിൽ വലുതായിട്ട് കണ്ടിരിക്കുന്നത് എന്നുള്ളത് നോക്കി നടക്കൽ തന്നെയാണ്. അങ്ങനെ അവർ നിങ്ങളെ ബുദ്ധിമുട്ടിലാക്കാൻ ശ്രമിക്കുന്നു, അങ്ങനെ അവർ നിങ്ങളെ പ്രതിസന്ധിയിലാക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ അതൊന്നും വിജയിക്കുന്നില്ല, വിജയിക്കാൻ പോകുന്നില്ല. പ്രത്യക്ഷമായി നിങ്ങൾക്ക് ചില വിഷമങ്ങൾ ഉണ്ടാക്കാനോ ഒക്കെ കഴിയുമെങ്കിലും നിങ്ങളുടെ വ്യക്തിയെ ആത്യന്തികമായിട്ട് അവർക്ക് സ്വന്തമാക്കാൻ കഴിയില്ല. ഒന്നാമത് നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൽ അത്തരമൊരു ആകർഷണം ഇല്ല. അത് നിങ്ങളെ വ്യക്തിയെ സ്വാധീനിച്ച് നിങ്ങളെ ദുഃഖത്തിലാക്കാനും പ്രശ്നത്തിലാക്കാനും ദുരന്തത്തിലാക്കാനും ഒക്കെ ശ്രമിക്കുന്ന അവരുടെ മനസ്സിൽ നിന്നുണ്ടാകുന്നതാണ്. ആത്യന്തികമായി അത് വിജയിക്കുകയില്ല, അത് വിജയിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല. എപ്പോഴും വിജയം നിങ്ങളുടെ ഭാഗത്തായിരിക്കും. നിങ്ങൾക്ക് മാത്രമേ വിജയിക്കാൻ കഴിയുള്ളൂ, നിങ്ങൾക്ക് മാത്രമേ അത് ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. നിങ്ങൾ ചിന്തിക്കുന്നതിൽ അപ്പുറമാണ് നിങ്ങളുടെ ശക്തി നിങ്ങൾക്ക് നൽകുന്ന അനുഗ്രഹം. നിങ്ങൾ കണ്ടെത്തുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ശക്തി നിങ്ങൾക്ക് വേണ്ടി ഒരു സംരക്ഷിത കവചം തന്നെ സൃഷ്ടിച്ചിട്ടുണ്ട്. നിങ്ങൾ ഈ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിനെ നിങ്ങളിലേക്ക് മാത്രമാക്കി പാകപ്പെടുത്തുന്ന ഒരു ശക്തമായ ഒരു അതിർവരമ്പ് നിങ്ങളുടെ ശക്തി സൃഷ്ടിച്ചിട്ടുണ്ട്. നിങ്ങളുടെ വ്യക്തി നിങ്ങളെയല്ലാതെ മറ്റാരെയും സ്നേഹിക്കാതെ നിങ്ങളെ മാത്രം സ്നേഹിക്കുന്ന തലത്തിലേക്ക് നിങ്ങളുടെ വ്യക്തിയെ കൊണ്ടുവരിക തന്നെ ചെയ്യും. അതുകൊണ്ട് തന്നെ നിങ്ങളൊട്ടും ഭയപ്പെടാനില്ല. നിങ്ങളുടെ ജീവിതത്തിൽ വളരെ പോസിറ്റീവായിട്ട് വളരെ സന്തോഷത്തോടെ മുന്നോട്ട് പോകാനുള്ള ശക്തി നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും തരണം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയും. നിങ്ങളുടെ വ്യക്തി നിങ്ങളെയല്ലാതെ മറ്റാരെയും സ്നേഹിക്കുന്നില്ല. നിങ്ങളെയല്ലാതെ മറ്റാരെയെങ്കിലും സ്നേഹിക്കാനുള്ള ആ വ്യക്തിയുടെ ശ്രമങ്ങൾ യഥാവിധി നിങ്ങളെ അറിയിക്കുകയോ അത് പൊളിച്ചടക്കുകയോ ചെയ്യുന്ന നിങ്ങളുടെ ശക്തിയാണുള്ളത്. ഏതെങ്കിലും ആളുകൾ നിങ്ങളുടെ വ്യക്തിയെ വശീകരിക്കാൻ ശ്രമിച്ചാലും അത് അവരുടെ മനസ്സിൽ ആ ആശയം തോന്നുന്നതിന് മുമ്പ് തന്നെ നിങ്ങളെ അതിനുള്ള സൂചനകൾ നിങ്ങൾക്ക് നിങ്ങളുടെ ശക്തി നൽകും. അതുകൊണ്ട് തന്നെ അതിനെല്ലാം ആ ശക്തി പരാജയപ്പെടുത്തുകയും ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ ഭയപ്പെടാനില്ല. ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകുക. നിങ്ങളെ സംരക്ഷിക്കാൻ ഒരു ശക്തി, നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തിയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതും നിങ്ങളിത് അറിയുന്നതും ഒക്കെ. അത് നിങ്ങൾക്കുള്ള സന്ദേശം തന്നെയാണ്. നിങ്ങൾ ഭയപ്പെടാനില്ല, മുന്നോട്ട് പോവുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.